എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. ലാസ്റ്റ് 2 ദിവസത്തെ റീഡിങ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കിട്ടി അല്ലേ? ലൈവ് നാളെ ഫ്രൈഡേ, നാളെ 11 മണിക്ക് രാവിലെ ഞാൻ വരുന്നുണ്ട് ലൈവ്. വേണ്ടവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അതിതീവ്രമായ ചിന്തകളിൽ ഇന്നത്തെ ദിവസം അദ്ദേഹം അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത് എന്നാണ്. ഫീലിങ്സ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ഇന്നലെ ആൽഫബറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ നോക്കി. തോട്ട്സ് ഞാൻ ആൽഫബറ്റ്സ് വെച്ചൊന്നും നോക്കുന്നില്ല, ഒരുപാട് ലോങ് ആയി പോകും. അടുപ്പിച്ച് 2 ദിവസം ലോങ് വീഡിയോസ് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ജനറലായിട്ട് തോട്ട്സ് എല്ലാവരുടെയും കൂടെ തന്നെ നോക്കാം. അടുത്തൊരാഴ്ച ആവട്ടെ, മൺഡേ ട്യൂസ്ഡേ അടുപ്പിച്ച് തോട്ട്സ് ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കിത്തരാം കേട്ടോ. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ അതിതീവ്രമായ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഡിവൈൻ പറഞ്ഞു തരൂ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും അതിതീവ്രമായ ചിന്തകൾ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഇന്നത്തെ ദിവസം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഏറ്റവും അതിതീവ്രമായിട്ട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഇന്ന് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അതിതീവ്രമായിട്ട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഇന്ന് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? നല്ല കാർഡ്സ് തരുവാണ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ നല്ലതാക്കി കൊടുക്കും. എടുക്കാമേ. സ്റ്റാർട്ടിങ് നല്ലത്. സെക്കൻഡ് ഡെവിൾ. നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും കേട്ടോ. പേജ് ഓഫ് വാൻഡ്സ്, വേൾഡ്. ഈ പിക്ചേഴ്സ് കുഴപ്പമില്ലാത്ത ഡെക്ക് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, സൺ, ലവേഴ്സ്. അത് വരാണ്ടിരിക്കില്ലല്ലോ. ജഡ്ജ്മെൻറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ നമുക്ക് തോന്നും. പേജ് ഓഫ് പെൻഡക്കിൾസ്, 4 ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്. ആദ്യം ഇത് പറഞ്ഞിട്ട് കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? കുറേ ആയില്ലേ നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് തന്നെ ഇത് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരുടെ ലൈഫിലെ നമ്പർ 1 സാന്നിധ്യമാണ് എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. സ്റ്റാറാണ് നിങ്ങൾ അവരുടെ ലൈഫിലെ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായി നിങ്ങൾ ദി ബെസ്റ്റാണ് എന്ന് പറയില്ലേ, അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാവുന്നതിൽ ദി ബെസ്റ്റാണ് നിങ്ങൾ എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. ഒരു സ്റ്റാറാണ് അവർ. അങ്ങനെയാണ് നിങ്ങളെ അവർ മനസ്സിൽ കണ്ടിരിക്കുന്നത്. എത്ര നല്ല ഒരാളാണ്, കാണാനായാലും നല്ല ആളാണ്, അവർക്ക് നിങ്ങളാണ് താരം എന്നുള്ള രീതിയാണ്. ഓക്കെ. ഡെവിൾ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താനേ പറ്റാത്ത ഒരു സാഹചര്യം അവർക്ക് ഉണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട്. നെഗറ്റീവ് വശങ്ങൾ പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാവുന്ന തടസ്സങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാവുന്ന തടസ്സങ്ങളെക്കുറിച്ചും ഇവർ ഓർക്കുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് വാൻഡ്സ് വെച്ച് എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുമായൊരു കമ്മ്യൂണിക്കേഷനിൽ വരണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് കോളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് വായിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, നിങ്ങളുടെ വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അവിടെയെല്ലാം ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പലരുടെയും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്.
അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നുണ്ട്. കാരണം വിചാരിക്കുമ്പോൾ വന്ന് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തടസ്സം അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരുപാട് സ്നേഹമാണ് നിങ്ങളെ. ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായൊരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും വരുന്നതായിട്ടും കാണുന്നു. അതായത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇന്നാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഫീലിങ്സ് മനസ്സിൽ ഒരുപാടുണ്ട്, പക്ഷേ ഒരു ആക്ഷനും എടുക്കാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളത്. പക്ഷേ അവർ തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ഇന്ന് ആലോചിക്കും നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം തുറന്ന് കാണിക്കണം എന്ന് അവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവരവരുടെ ജോലിയിലും ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. ഒരുപക്ഷെ നിങ്ങളിത് കാണുന്ന സമയത്ത് ഇവർ ജോലിയിലൊക്കെ ആയിരിക്കണം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് ലൈഫിൽ. വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സേവിങ്സ് ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിലും അവർക്ക് സമ്പാദിക്കണം അല്ലേ? അതിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട്. അതായത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയിട്ട് വേണം നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലും അവരവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഓൾറെഡി ജോലിയിലൊക്കെ ഉള്ളവരാണ്, സമ്പാദ്യമുണ്ട്. അപ്പോൾ ഒരു വീട് വയ്ക്കുന്ന കാര്യമായിരിക്കാം, ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലെ വെളിച്ചമാണ്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. എന്തും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം നിങ്ങളാണ് അവർക്ക് കൊടുക്കാറ്. ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ. അവർക്ക് മനസ്സമാധാനവും സന്തോഷവും എല്ലാം ഫീൽ ചെയ്യാറുണ്ട്. അവർക്ക് എന്ത് പ്രഷർ, ജോലിയുടെ പ്രഷറാവട്ടെ, വേറെ എന്ത് പുറത്തു നിന്നുള്ള എന്ത് പ്രഷർ തന്നെ ആവട്ടെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത മനസ്സമാധാനം അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലെ സൂര്യനെ പോലെയാണ്, വെളിച്ചം വിതറുന്ന ഒരു പേഴ്സണാണ് അവരുടെ ലൈഫിൽ കേട്ടോ. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നും കൂടെ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്കൊരു അട്രാക്ഷനും ഉണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. കാരണം നിങ്ങൾ ലൈഫ് പാർട്ട്ണറായിട്ട് വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. വീണ്ടും ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്തിരുന്നത്. നിങ്ങൾ ഇപ്പോഴല്ല, എത്രയോ ജന്മങ്ങളായി ഇവർക്കറിയാമെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ചിന്തകൾ വരുമ്പോൾ ദൈവമേ ഇത് ശരിയാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കില്ലേ, അങ്ങനെ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജസ് ചിലർക്ക് ഇന്ന് മെസ്സേജോ കോളോ വരും ഉറപ്പായിട്ടും കേട്ടോ. അവരുടെ പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ. ഒബ്സസ്ഡ് തോട്ട്സാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ നിങ്ങളെ പ്രതി എത്രത്തോളം അവർ ഒബ്സസ്ഡ് ആണെന്നുള്ളത്. തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേ. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വേറെ എന്താണ്, കോൾ മെസ്സേജൊക്കെ തന്നെയാണ് പ്രബലമായിട്ട് അവിടെ കാണുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടൊരു പേഴ്സണാണ് അവരുടെ ലൈഫിൽ എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രെസ്സായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ സ്ട്രെസ്സിൽ നിന്ന് മനസ്സിനെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ കോളോ മെസ്സേജോ ഇവർ എക്സ്പെക്റ്റ് ചെയ്തതാണ്, അത് വന്നു കാണില്ല. അപ്പോൾ സ്ട്രെസ്സായി, അങ്ങനെയും ആവാം കേട്ടോ. എന്താ വിളിക്കാത്ത, ഓക്കെ ആണോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ, അതുപോലെയും ആയിരിക്കാം. കാരണം പകൽ സമയമാണ്, ജോലിയുടെ സ്ട്രെസ്സായിരിക്കാം. ഓക്കെ, ഉറക്കമില്ലായ്മ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. സ്ട്രെസ്സായിട്ടാണ് കാണുന്നത്, ആങ്സൈറ്റി ആയിട്ടാണ് കാണുന്നത്. എന്താ മെസ്സേജ് അയക്കാത്ത, പിണങ്ങിയിരിക്കുവാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കാണുമല്ലോ, അങ്ങനെ ആലോചിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ അവരുടെ ജോലി സംബന്ധമായിട്ട് നാച്ചുറലായിട്ടൊരു സ്ട്രെസ്സ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെയ്യും, ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളിത് വൈകിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പകൽ ഇന്നതായിരിക്കും ചിന്തിച്ചതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക.
ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. കൂടുതൽ കാർഡ്സ് തരുവാൻ എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ, അതിതീവ്രമായ ചിന്തകൾ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൂടുതൽ കാർഡ്സ് തരൂ, പോസിറ്റീവ് കാർഡ്സ് തരൂ. ഡെത്ത്, Queen of Cups, Queen of Wands, Moon, okay, Nine of Pentacles, Queen of Swords, King of Wands, Eight of Wands. 4 കാർഡോടെ എടുക്കാം, അപ്പോൾ ഒരുപാട് തോട്ട്സ് ആവും. 8 of Pentacles, okay. 5 of Wands and 5 of Wands. 6 of Cups, okay. And Temperance. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് കപ്സ് ആണ്. വീണ്ടും മെസ്സേജ് കോളൊക്കെയാണ് അവിടെ കാണാൻ, ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ 5 ഓഫ് വോൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 5 ഓഫ് വോൺസ്, ക്ലാരിഫൈ 5 ഓഫ് വോൺസ്. 5 ഓഫ് വോൺസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. എന്തിനെക്കുറിച്ചാണ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്? ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഡെത്ത് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം. എന്ത് തന്നെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയാലും അതെല്ലാം മറികടന്ന് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഒരുപാട് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു കാണും. അങ്ങനെയൊക്കെ അത്രയും തീവ്രമായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. സ്നേഹം, വിരഹം എല്ലാം തന്നെ ഫീലിങ്സിൽ വരും അല്ലേ? ആ തോട്ട്സിൽ വല്ലാതെ നിങ്ങളെ കാണണം എന്നുള്ള ആ ഒരു ഫീലിംഗ്, സ്നേഹം കൂടുമ്പോഴും നമുക്കൊരു വിങ്ങൽ വരില്ലേ, അതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒന്നിച്ച് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ, വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ലൈഫ് പാർട്ട്ണറുടെ സ്ഥാനത്ത് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ. കാരണം ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ്, പരസ്പരം രണ്ടുപേരും തന്നെ പരസ്പരം അട്രാക്റ്റഡ് ആണ്. ഒരുപാട് സ്നേഹമുണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. റെസ്പെക്റ്റും വേണം അല്ലേ ഒരു റിലേഷൻഷിപ്പിൽ? പരസ്പരം റെസ്പെക്റ്റും കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ നിങ്ങളുടെ പരസ്പരം തന്നെ നിങ്ങളുടെ എന്താ പറയുക, സ്വഭാവശുദ്ധി, ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി എല്ലാം നിങ്ങൾക്ക് പരസ്പരം വളരെ ബഹുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. പരസ്പരം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ജോലിയിൽ രണ്ടുപേരും തന്നെ വളരെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരായിരിക്കണം. നല്ല കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരുമാണ് കേട്ടോ. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിരിക്കാം. ഇത് നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം. സ്പൗസിനെ കുറിച്ചായിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും ആവാം കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അവരുടെ സ്പൗസായിട്ട് എന്ന് തന്നെ നിങ്ങളെപ്പോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മൂൺ വെച്ചിട്ട് ഒരു ചെറിയ ഇൻസെക്യൂരിറ്റി അവിടെ എന്തോ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിവൈൻ അവിടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്? എന്തോ ദ ഫൂൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അവർ കുറച്ചൊരു ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നത്. അവരവരുടെ സാഹചര്യം അനുസരിച്ച് എടുത്തുകൊള്ളുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം എന്താണോ ആ തടസ്സത്തിനെ കുറിച്ച് ഓർത്ത് ഇവർ സങ്കടപ്പെടുന്നതായിട്ട്, ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയോട് അഫിനിറ്റി ആവുമോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ തടസ്സം നിൽക്കുമോ എന്നുള്ള ചിന്ത. അങ്ങനെ കേസ് ബൈ കേസ് എടുത്തോളുക. നിങ്ങളുടെ ലൈഫിൽ ആ തടസ്സം എന്താണോ ആ തടസ്സത്തിനെ കുറിച്ച് ഓർത്ത് ഇവർ കുറച്ച് നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് കളയുമോ, അതായത് മൂവ് ഓൺ ചെയ്ത് പോവാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തീരുമാനിച്ച് കളയുമോ എന്നൊരു ഭയം അവർക്കുള്ളതുപോലെ അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർ വളരെ ഇൻസെക്യൂറായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് കുറച്ച് സ്വന്തം കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജോബിൽ അവർക്ക് ശ്രദ്ധിച്ചേ മതിയാകും. നിങ്ങളിത് കാണുന്ന സമയം
അവർ ജോബിലായിരിക്കും. ജോബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങളുടെ കാര്യം ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം പൈസ സേവിങ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, അല്ലേ? അവർ സ്വന്തം സെക്യൂരിറ്റിയെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ജോബിൽ. അതിനെക്കുറിച്ചൊക്കെ അവർ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് ചിലരെങ്കിലും ഒന്ന് പിണങ്ങിയിട്ടുണ്ട്, ഒന്ന് പിണങ്ങി നിൽക്കുന്നുണ്ട്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് സോർട്സ് അവിടെ വന്നത്? അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചും അവർ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടായിരിക്കും അവിടെ മൂണിൻ്റെ എനർജി വന്നത് കേട്ടോ. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, തേർഡ് പാർട്ടി ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി പല രീതിയിലും ആകാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും അവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാണോ എന്ന് അവർക്ക് ബോധറേഷൻ ഉണ്ട്. ഓക്കെ, ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ബോധേഡാണോ എന്ന് അവർ ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്ത് തന്നെ ആയാലും നിങ്ങളുമായിട്ട് ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കോൾ, മെസ്സേജ്, എല്ലാവരുടെ തിരക്ക് കഴിയുന്ന സമയത്ത്, വർക്കിൻ്റെ തിരക്ക് കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവർ വന്ന് നിങ്ങളെ കാണും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവർ നിങ്ങൾ ടീം വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ ഒരേ ടീമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം, ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം കേട്ടോ. ഒരേ ടീമിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം. എന്തു തന്നെ ആയാലും ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ സ്പീഡിൽ കേട്ടോ. ഒരുപാട് ഡിലേ ഒന്നും വരില്ല. പെട്ടെന്ന് തന്നെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും വർക്ക് റിലേറ്റഡ് ആയിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ അവർ ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഹാർഡ് വർക്ക് വേണ്ട ജോലിയാണ് അവർക്ക്. അവരതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, കൂടെ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ചില കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ട്, കാരണം അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കേണ്ട ഈ തീരുമാനം അധികം വൈകിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ഇനി അധികം വൈകരുത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് രണ്ടാലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. പലരുടെയും റിലേഷൻ ഒരുപാട് കാലമായിട്ട് ഉള്ളതാണ്, ന്യൂ റിലേഷൻ ഒന്നുമല്ല. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. നിങ്ങൾ പരസ്പരം എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഗിഫ്റ്റ്സ് കൈമാറാറുണ്ട്. ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ്, നിങ്ങളുടേതായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ മൂമെൻറ്റ്സൊക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതായിട്ട് കാണുന്നു. സ്നേഹിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ടെമ്പറൻസ് വെച്ച് എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എന്തായാലും നിങ്ങളുമൊത്തൊരു ജീവിതം തന്നെയാണ് അവരുടെ തോട്ട്സിൽ ഉള്ളത്. ഏറ്റവും അതിതീവ്രമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവരുടെ മനസ്സിൽ കാണുന്നത് കേട്ടോ. പോരെ, ഇത്രയും തോട്ട്സ് പോരെ? നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം, ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടെ കുറച്ച് എടുത്തു തരാം. അതിമനോഹരമായ തോട്ട്സ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ. എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവർ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആലോചിക്കുന്നത് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം എന്നാണ്. അല്ലാതെ കൺഫ്യൂസ്ഡായിട്ട് അവിടെ ഇരിക്കുവല്ല ചെയ്യുന്നത് കേട്ടോ. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് എങ്ങനെ തരണം ചെയ്യാമെന്ന് തന്നെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടെമ്പറൻസിൻ്റെ എനർജി ഈക്വൽ ബാലൻസിൽ എത്തണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അതിതീവ്രമായ ചിന്തകൾ നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് അവരുടെ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടെ കുറച്ച് എടുത്തുതരാം. അധികം എടുക്കുന്നില്ല, കുറച്ച് ചാനൽ മെസ്സേജസ് ഞാൻ ബോളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഫുള്ള് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ വായിക്കും, ഒരുപാട് വായിക്കുന്നില്ല, ഒരുപാട് ലോങ് ആക്കുന്നില്ല വീഡിയോ. ഓക്കെ, എടുക്കുകയാണേ. നമസ്കാരം. യോ മൈ സ്റ്റാർ. അപ്പോഴേ നമുക്ക് കാർഡ് വന്നിരുന്നു അല്ലേ? ആദ്യത്തെ കാർഡ് ഏതായിരുന്നു? റീഡിങ്ങിൻ്റെ സ്റ്റാർ കാർഡായിരുന്നു. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്. നിങ്ങളുടെ പേഴ്സണ് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. സ്കോർപിയോ, വൃശ്ചിക രാശിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ.
നമ്പേഴ്സ് 3, 21, 12, 30 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെയോ ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കണം. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. ഓക്കെ, എന്നും ഒരു വെളിച്ചമായി അവരുടെ കൂടെ നിൽക്കണം എന്നവർ പറയുന്നു. സണ്ണിൻ്റെ എനർജി. ജസ്റ്റ് കാൻ ലവ് എനി വൺ എനിമോർ. നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്കിനി കഴിയില്ല എന്ന്. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ. നിങ്ങൾ അവരെക്കുറിച്ച് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെയാണ്, വറി ചെയ്യേണ്ടെന്ന് പറയുകയാണ്. സഡൻ കമ്മ്യൂണിക്കേഷൻ, സ്പീഡി കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ ഒരു കോളോ മെസ്സേജോ വരും എന്ന് പറഞ്ഞിട്ട്. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ വേറെ രീതിയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. അവിടെ അതും കണ്ടിരുന്നു അല്ലേ നമ്മുടെ റീഡിങ്ങിൽ. ഡു യു ലവ് മീ. നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടോ? മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി, ടെമ്പറൻസിൻ്റെ എനർജി. കേട്ടോ, നമ്മുടെ റീഡിങ്ങിലും അത് തന്നെ വന്നിട്ട് 2 വന്നു, 2 എടുക്കാം. ഐ വിൽ ഓൾവേസ് ലവ് യു. അവർ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്പേഴ്സ് 5, 14, 23. മാരി മീ. കല്യാണം കഴിക്കുമെന്ന് അവരെ. കമ്മിറ്റ്മെൻറ്റ്. വീണ്ടും മാരി മീയുടെ കൂടെ കമ്മിറ്റ്മെൻ്റ് ആണ് വന്നത്. സർപ്രൈസ്. ചിലർക്ക് സർപ്രൈസ് ആയിട്ട് അവരുടെ പേഴ്സൺ വരും. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്. സർപ്രൈസ്, വിഷ് ഫുൾഫിൽമെൻ്റ് എല്ലാം ഒരുമിച്ച്. മാരി മീ എന്ന് വരെ വന്നു അല്ലേ. അപ്പോൾ ഒരു പ്രപ്പോസലൊക്കെ പലർക്കും വരുന്നുണ്ട് കേട്ടോ. ഐ ഫോർഗെറ്റ് മൈ സെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി അവർ സ്വയം മറന്നു പോവാറുണ്ട്. ബ്യൂട്ടിഫുൾ മെസ്സേജ് അല്ലേ. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അതിൻ്റെ കൂട്ടത്തിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും കേട്ടോ, അതെല്ലാവർക്കും ഉള്ളതല്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. കറക്റ്റായ സമയത്തിന് വെയിറ്റ് ചെയ്യാണ്, അവർ വരും കേട്ടോ. യു ഹാവ് ചേഞ്ച്ഡ്. നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്ക് തോന്നുന്നു. 2 കയ്യിൽ വന്നു, അത് 2 എടുക്കാം. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ. നിങ്ങൾ അവരെ കൂടാതെ ഹാപ്പി ആണോ? ലിബ്ര, തുലാരാശി. 3 കാർഡ് കൂടെ കേട്ടോ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. എന്തെങ്കിലും കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ സൂക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. നിങ്ങളെ അവരെ ഒരിക്കലും വിട്ട് കളയില്ല. നമ്പേഴ്സ് 2, 11. വാച്ചിങ് യു ഫ്രം എഫാർ. ദൂരെ നിന്ന് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് കേട്ടോ. വിർഗോ. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ വിർഗോ രാശിയുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ചാനൽ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരാം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ കണക്ട് ചെയ്യുന്നത് നിങ്ങളിൽ കൂടെയാണ്. ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ് അല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. ഓക്കെ, നാളെ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് ലൈവ് വരുന്നുണ്ട്. ലൈവ് വേണ്ടവർ, ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടവർ വന്നോളുക കേട്ടോ. ചൊവ്വാഴ്ച ആൻസേഴ്സ് കിട്ടിയവർ ദയവായി നാളത്തെ ലൈവ് സ്കിപ്പ് ചെയ്യുക, മറ്റുള്ളവർ ജോയിൻ ചെയ്യൂ കേട്ടോ. മറ്റുള്ളവർക്കൊരു ചാൻസ് കിട്ടട്ടെ അല്ലേ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ്. ബൈ.